നരേന്ദ്രമോദിക്ക് സ്തുതി പാടുന്ന ചാനലുകളിൽ ഇപ്പോൾ BJP തൂത്തുവാരുമെന്ന സർവേ പാട്ടുകളാണ് നിറയെ. കേൾക്കാം ന്യൂസ് സദേൺ സ്റ്റാർ റിപ്പോർട്ട്. നരേന്ദ്രമോദിക്ക് സ്തുതി പാടുന്ന അംബാനിയുടെ ദേശീയ മാധ്യമത്തിനടക്കം വേറൊരു സംസ്ഥാനം കിട്ടിയിട്ടില്ല. കേരളത്തിൽ BJPക്ക് വച്ചിട്ട് കയറ്റമെന്ന് കണ്ണുമടച്ച് തന്നെ അങ്ങ് പറയുകയാണ്. ഇത് മോദി സർവേ മാത്രമാണ്, ഇതിൽ കഴമ്പൊന്നുമില്ലെന്ന് കേരളം ചുട്ട മറുപടിയും നൽകി കഴിഞ്ഞു. ഇനി എത്രയോ മീഡിയകൾ മോദി സർവേയുമായി വരാൻ കിടക്കുന്നു. BJPയുടെ തിരുവനന്തപുരം പാർലമെന്ററി ഓഫീസിൽ കണ്ടൊരു കാഴ്ചയാണ്. കനത്ത ചില കോൺഗ്രസ് നേതാക്കൾ അംഗത്വമെടുക്കാൻ എത്തുമെന്ന് കാർഡടച്ചറിയിച്ചിട്ട് വന്നതോ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പത്മിനി തോമസും മാത്രം. തമ്പാനൂർ സതീഷ് കുറെ കാലമായി കോൺഗ്രസ് ജില്ലാ ഘടകത്തിൻ്റെ പിടിപ്പുകേടിൽ മനംനൊന്ത് കഴിയുകയായിരുന്നു. ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. ഉടൻ തന്നെ K. സുരേന്ദ്രൻ നേരിട്ട് വിളിച്ചു. തൻ്റെ സ്വന്തം കാറിൽ കയറ്റി BJP പാർലമെന്ററി ഓഫീസിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ തമ്പാനൂർ സതീഷ് BJP അംഗത്വവും സ്വീകരിച്ചു. തലസ്ഥാനത്ത് കുറേയേറെ അണികളുള്ള സതീഷിനെ BJPക്ക് രാജീവ് ചന്ദ്രശേഖറിന് തൽക്കാലത്തേക്കെങ്കിലും ആവശ്യമുണ്ട്. പക്ഷേ ഈ പത്മിനി തോമസ് ഇനി BJPയിൽ വന്നിട്ട് എന്ത് ചെയ്യാനെന്നാണ് ചോദ്യം. രാഹുൽ ഗാന്ധിയുമായി അവർ നിൽക്കുന്ന ചിത്രം കാട്ടിയാണ് BJP അംഗത്വം ഇപ്പോൾ തരപ്പെടുത്തിയതെന്ന ഒരു സംസാരവും ഉയർന്നു കേട്ടു. പിന്നീട് ആ വേദിയിൽ കേട്ട മുദ്രാവാക്യം സ്വാഗതത്തിന് പകരം ശോകതം സുശോകതം എന്നായിരുന്നു. അത്ര ശോകതമാണ് കാര്യങ്ങൾ. LDFും കോൺഗ്രസും മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഏതൊക്കെ പ്രധാനപ്പെട്ടത് എന്നെങ്കിലും കണക്കിലെടുത്ത് ആരെങ്കിലും ഒരു സർവേ നടത്തിയിരുന്നെങ്കിൽ അത് അംഗീകരിക്കാമായിരുന്നു. ഇത് പക്ഷേ കേരളത്തിൽ എത്ര മണ്ഡലങ്ങളുണ്ടെന്ന് പോലും അറിയാത്ത ചില ചാനലുകളാണ് തട്ടിക്കൂട്ടിയ ചില സർവേ ഫലങ്ങളുമായി ഇവിടെ എത്തുന്നത്. 2 സീറ്റിൽ BJP ഇത്തവണ കളം പിടിക്കുമെന്നാണ് ന്യൂസ് 18 എന്ന മോദി ചാനലിന്റെ സർവേ റിപ്പോർട്ട്. എന്നാൽ LDFിനും BJPക്കും വട്ടപൂജ്യവും UDFിന് മുഴുവൻ മണ്ഡലങ്ങളും എന്ന ഒരു ക്ലീൻ സ്വീപ്പ് പ്രവചന സർവേയുമായി ഒരു ഉത്തരേന്ത്യൻ ചാനൽ ABP കേരളത്തിൽ കെട്ടിയിറങ്ങിയത് ദിവസങ്ങൾക്ക് മുമ്പാണ്. BJPക്ക് ഒരു സീറ്റും ലഭിക്കില്ല എന്നത് രഹസ്യമൊന്നുമല്ല. പക്ഷേ ഈ സർവേ എവിടെ കയറി എടുത്തതെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഇടതുപക്ഷത്തിനും 0 സീറ്റുകൾ ലഭിക്കുമത്രേ. UDF ക്യാമ്പുകളിൽ ആ സന്തോഷം അടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതാ അടുത്ത മോദി ചാനലിന്റെ ഒരു BJP സർവേ വന്നിരിക്കുന്നു. കരുതിയതുപോലെ തന്നെ BJP ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പ്രവചിച്ചിരിക്കുന്നു ന്യൂസ് 18 സർവേ ഫലം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വാദോരാതെ കേരളത്തിലെ CPMനെയും LDFനെയും പ്രകൃതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചാനലാണ് ന്യൂസ് 18. എന്നിട്ടും മോദി ചാനലിലെ അവർക്ക് വലുത് BJP തന്നെ എന്ന് മറ്റാരുമല്ല സർവേ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 സർവേ പ്രകാരം 2 സീറ്റ് BJPക്കും UDFന് 14 സീറ്റും LDFന് വെറും 4 സീറ്റ് ഇങ്ങനെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അവരുടെ സർവേ ഫലങ്ങൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റായിരുന്നു കേരളത്തിൽ UDFന് ലഭിച്ചത്. ഇതാണ് 14ലേക്ക് ചുരുങ്ങുന്നതെന്ന് ന്യൂസ് 18 പറയുന്നു. ഒരു സീറ്റിൽ മാത്രം കഴിഞ്ഞതവണ ഒതുങ്ങിയ LDF ഇത്തവണ 4 സീറ്റിലേക്ക് വളരുമെന്നും സർവേ പറയുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് BJPയുടെ നേട്ടം. കേരളത്തിൽ NDAക്ക് 18% വോട്ട് ലഭിക്കുമെന്നാണ് ന്യൂസ് 18 സർവേ ചൂണ്ടിക്കാട്ടുന്നത്. UDF 47% വോട്ട് നേടുമ്പോൾ LDF 35% വോട്ടുകളിൽ ചുരുങ്ങുമെന്നും അവർ പറയുന്നു. BJP അക്കൗണ്ട് തുറക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അത് എവിടെയൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിന്ന് അവർക്ക് പോലും ഒരു വ്യക്തതയില്ല. ഉള്ളിൽ കയറി അന്വേഷിച്ചപ്പോൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയെ ചെമ്പ് ഗോപിയേക്ക് കളഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നതും. തൃശ്ശൂരിൽ വലിയ ജയപ്രതീക്ഷയൊന്നും മോദിയുടെ 18 ചാനലില്ല. പക്ഷേ 2 സഹമന്ത്രിമാർ മത്സരിക്കുന്ന തിരുവനന്തപുരവും ആറ്റിങ്ങലും ഇത് രണ്ടും തോൽക്കുമെന്ന് മോദി ചാനലായ ന്യൂസ് 18 എങ്ങനെ പറയും? അതുകൊണ്ട് തന്നെ BJPക്ക് കേരളത്തിൽ 2 സീറ്റ് കിട്ടുമെന്നും അത് മറ്റൊന്നുമല്ല തിരുവനന്തപുരവും ആറ്റിങ്ങലും തന്നെയെന്നും ഉള്ള സർവേ റിപ്പോർട്ടാണ് ന്യൂസ് 18 ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതോടെ BJP നേതൃത്വവും അണികളും ഹാപ്പി. 2 കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന ABP ന്യൂസ് വോട്ടർ അഭിപ്രായ സർവേയിൽ UDF 20 സീറ്റ് നേടുമെന്നായിരുന്നു. UDFന് 44% വോട്ട് കിട്ടുമ്പോൾ LDFന് 31.4% വോട്ട് ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. ABP പറയുന്ന മറ്റൊരു കാര്യം NDAക്ക് 18% വോട്ട് കേരളത്തിൽ ലഭിക്കുമെന്നാണ്. ഇതേ 18% വോട്ടെന്ന കണക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ന്യൂസ് 18 സർവേയും പറയുന്നത്. അതായത് ന്യൂസ് 18 പറയുന്നു, ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ട ABPയും പറയുന്നു NDAക്ക് കേരളത്തിൽ 18% വോട്ട്. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാണ് ആരൊക്കെ ചേർന്ന് എഴുതി നൽകിയ ഒരു സർവേ റിപ്പോർട്ടാണ് ന്യൂസ് 18 ആയാലും ABP ആയാലും കേരളത്തിൽ വന്ന് മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞതെന്ന്.